നിങ്ങൾ വലിയ തെറ്റുകാരാണ്. ബി ജെ പിയുടെ അനുഭാവികളും പ്രവർത്തകരുമൊക്കെ ആയിട്ടുള്ള ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ തെറ്റുകാരാണ്. കാരണം നിങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്ന ആരോടാണെന്നറിയാമോ? യുവാക്കളോടാണ്. ജെൻസി എന്ന് വിളിക്കുന്ന തലമുറയോട് വലിയ തെറ്റ് കേരളത്തിലെയും ഇന്ത്യയിലെയും ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകർ ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് കരുതി എനിക്ക് നേരെ നെറ്റി ചുളിക്കണ്ട. ഞാൻ വിശദമായി പറഞ്ഞു തരാം. അതുകൊണ്ടാണ് ഇപ്പോൾ ദില്ലിയിലെ പാറ്റാ സമരത്തിൻ്റെ പേരിൽ പ്രതിപക്ഷവും ഇസ്ലാമിസ്റ്റുകളും അർബൻ നക്സലുകളും മാവോവാദികളും ഒക്കെ ആഹ്ലാദിക്കുമ്പോൾ നിങ്ങൾക്ക് ജാള്യതയോടെ ചമ്മി നിൽക്കേണ്ടി വരുന്നത്. നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ്. എന്താ തെറ്റ് ചെയ്തത്? നിങ്ങൾ നരേന്ദ്രമോദിയെ അധികാരത്തിൽ വന്നതുകൊണ്ടല്ല. അതുകൊണ്ട് ഈ രാജ്യം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ തെറ്റ് ചെയ്തത് നിങ്ങൾ ചെറുപ്പക്കാരോടാണ് എന്ന് ഞാൻ പറയും. ചെറുപ്പക്കാരോടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 17 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള ഒരു തലമുറ. ആ തലമുറയോട് വല്ലാത്ത വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വിശദമാക്കും മുമ്പ് എന്താണ് ജെൻസി? നേപ്പാളിൽ ജെൻസി കലാപം, ശ്രീലങ്കയിൽ ജെൻസി കലാപം, ബംഗ്ലാദേശിൽ ജെൻസി കലാപം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത്തരം ജെൻസികൾ ഇന്ത്യയിൽ എന്താണ് ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിക്കാത്തതെന്ന് 58 വയസ്സുള്ള യുവാവാണെന്ന് അവകാശപ്പെടുന്ന ഒരു കോമാളി ഇടയ്ക്ക് ചോദിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ജെൻസിയെക്കുറിച്ച് നിങ്ങൾ അറിയണം. നിങ്ങളുടെ വീട്ടിലുണ്ട് ഈ പ്രായത്തിലുള്ളവർ, നിങ്ങളുടെ അടുത്തുണ്ട്, നിങ്ങൾക്കറിയാവുന്നവരുണ്ട്. നിങ്ങൾ അവരെ എത്രമാത്രം പരിഗണിക്കുന്നുണ്ട്? ഇതാണ് പ്രശ്നം. അതായത് 1997 അല്ലെങ്കിൽ 2012 വരെയുള്ള പീരീഡിൽ, 97 മുതൽ 2012 വരെയുള്ള കാലയളവിൽ ജനിച്ചവർ, അവരാണ് ജെൻസി എന്ന് വിളിക്കുന്നവർ. 2014 മെയ് മാസത്തിലാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് ആദ്യമായി. അതായത് ഇന്ന് 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അതായത് വോട്ടവകാശം കിട്ടുന്നതിന് 1 വയസ്സ് മുമ്പുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ്, ഒരു ജെൻസി, അയാൾക്ക് 2 വയസ്സുള്ളപ്പോഴാണ് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. 17 മുതൽ 29 വരെയുള്ളവർ അല്ലേ? അവർ വന്നിട്ട് അവർ കാണുന്നത് മോദി സർക്കാരിൻ്റെ കാലത്ത് ജനിച്ച് ഇന്ന് 29 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ എന്ന് വേണം പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന് 17-18 വയസ്സുള്ള ചെറുപ്പക്കാർ കാണുന്നത് മോദിയുടെ ഭരണകാലമാണ്. അവർക്ക് താരതമ്യം ചെയ്യാൻ മറ്റൊരു സർക്കാരില്ല. അവർക്ക് അടിയന്തരാവസ്ഥ അറിയില്ല. ഇന്ദിരാഗാന്ധിയുടെ ഭരണം എങ്ങനെയായിരുന്നു അറിയില്ല. മൻമോഹൻ സിംഗ് എങ്ങനെയാണ് ഭരിച്ചതെന്ന് അറിയില്ല. ചിദംബരം കാണിച്ച തെമ്പാടിത്തരങ്ങൾ അറിയില്ല. മോദി വരുന്നതിന് മുമ്പ് ഇന്ത്യ എങ്ങനെയായിരുന്നു എന്ന് അവർക്കറിയില്ല. ആരുടെ വീഴ്ചയാണ്? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ചെറുപ്പക്കാർ അവർ ഭയങ്കര അംബീഷ്യസ് ആണ്. അവർക്ക് വലിയ വലിയ വികസിത രാജ്യങ്ങൾക്കൊപ്പം എൻ്റെ രാജ്യവും മാറണമെന്ന് ആഗ്രഹിക്കുന്നു. നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, ഉറപ്പായിട്ട് വേണം. അപ്പോൾ നിങ്ങളെന്താ പറയുന്നില്ല? നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 2014 മുമ്പ് 1947 മുതൽ 2014 വരെയുള്ള കാലത്ത് ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്നത് 7 എയിംസുകളാണ്. ഇപ്പോൾ എയിംസിന് വേണ്ടി കേരളത്തിലും വലിയ നിലവിളി ഉണ്ടല്ലോ. 47 മുതൽ 2014 വരെ ഇന്ത്യയിൽ ഉണ്ടായത് 7 എയിംസുകൾ. മോദിയുടെ ഭരണകാലത്ത് 12 വർഷം കൊണ്ട് 15 പുതിയ എയിംസുകൾ വന്നു. നോക്കൂ എത്ര വലിയ മാറ്റമാണ്. ഇവർ പുതിയ വിദ്യാഭ്യാസ അവസരങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ കരിയറിന് വേണ്ടി, തങ്ങളുടെ ഭാവിക്ക് വേണ്ടി പറയുന്നു. 47 മുതൽ 2014 വരെ ഈ രാജ്യത്ത് 7 എയിംസുകൾ മാത്രം ഉണ്ടായിരുന്നു. മോദി വന്നിട്ട് 12 വർഷത്തിനുള്ളിൽ 15 എയിംസുകൾ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ മോദി വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന വിപ്ലവം അറിഞ്ഞവർ ഞെട്ടും. അവർ മോദിയുടെ ഭക്തരായി മാറും. അവരോട് പറയുന്നുണ്ടോ? തീർന്നില്ല. നമ്മുടെ രാജ്യത്ത് 2014 വരെ 387 മെഡിക്കൽ കോളേജുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 700-ലേറെയുണ്ട്. 700-ലേറെ. 2014 വരെ രാജ്യത്തെ മെഡിക്കൽ സീറ്റുകൾ, MBBS സീറ്റുകളുടെ എണ്ണം 51,348 ആയിരുന്നു. 1947 മുതൽ 2014 വരെ. 2014 മുതൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസം വരെ 12 വർഷത്തിനുള്ളിൽ അത് ഇരട്ടിയിലേറെ, 1,12,000 മാറി. 12 വർഷം കൊണ്ട്. 47 മുതൽ 2014 വരെ 51,348 ഉണ്ടായിരുന്നത്. ഇനി PG സീറ്റുകൾ, മെഡിക്കൽ PG
31,185 2014 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 70,000-ലേറെയായിട്ട് മാറി. IIT-കൾ 2014 വരെ രാജ്യത്ത് 16 ഉണ്ടായിരുന്നു. കഴിഞ്ഞ 12 വർഷം കൊണ്ട് 7 പുതുതായിട്ട് ആരംഭിച്ചു. യുവാക്കൾക്ക് ലോകോത്തരമായ റോഡുകൾ വേണ്ടേ? അവരാഗ്രഹിക്കുന്നു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ എൻ്റെ രാജ്യം കുതിക്കണം. 2014 വരെ ഇന്ത്യയിലെ നാഷണൽ ഹൈവേ 91,287 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ അത് 1,46,000 കിലോമീറ്ററായിട്ട് മാറിയിരിക്കുന്നു. രാജ്യം മാറി. തീർന്നില്ല. ഗ്രാമീണ മേഖലയിലെ റോഡുകൾ 3.81 ലക്ഷം 3.81 ലക്ഷം കിലോമീറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞ 12 വർഷം കൊണ്ട് 7.80 ലക്ഷം കിലോമീറ്ററുകളായി മാറി. ദേശീയപാതകൾ മാത്രമല്ല, ഗ്രാമീണ റോഡുകളും ഇരട്ടിയിലേറെ ഉണ്ടായി. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? നമ്മുടെ ഇനി തീർന്നില്ല, ഞാൻ ഇനി പറയാം. 2014 വരെ നമ്മുടെ തീവണ്ടികൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്? ഓരോ ദിവസവും റെയിൽവേ ട്രാക്കുകളിൽ ആയിരക്കണക്കിന് ടൺ മലം നിക്ഷേപിക്കുന്ന വാഹനങ്ങളായിരുന്നു നമ്മുടെ ട്രെയിനുകൾ. അല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറ്റുമോ? റെയിൽവേ ട്രാക്കിലൂടെ നോക്കാതെ ചവിട്ടാതെ നടക്കാൻ പറ്റില്ലായിരുന്നു. മാറിയില്ലേ? 1947 മുതൽ 2014 വരെ പ്രിയപ്പെട്ടവരെ അങ്ങനെയായിരുന്നു. 2014 വരെ വന്ദേ ഭാരത് പോലെ അതിവേഗത്തിലോടുന്ന ഏറ്റവും ആധുനികമായ ട്രെയിനുകളെക്കുറിച്ച് നമ്മുടെ ഭരണാധികാരികൾ ചിന്തിച്ചിട്ടേയില്ല. മോദി വന്നു, അവരുടെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ എല്ലാവരും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുന്നില്ലേ? മോദി സർക്കാരിന് മുമ്പുണ്ടായിരുന്ന 2014 മുമ്പുണ്ടായിരുന്ന ധനകാര്യമന്ത്രി എങ്ങനെയാ പറഞ്ഞത്? എന്ത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ? മോദി സർക്കാർ നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ പറഞ്ഞതാണ് അതൊന്നും നടക്കത്തില്ല. പാവപ്പെട്ട കൃഷിക്കാരൻ തക്കാളി വാങ്ങുമ്പോൾ എങ്ങനെയാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുക? നമ്മുടെ ഗ്രാമങ്ങളിൽ ഇൻ്റർനെറ്റ് വരുമോ? നടക്കാത്ത കാര്യം. ഈ മോദി വെറുതെ ആളുകളെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും ഇൻ്റർനെറ്റ് എത്തി. ഇന്ന് ആരുടെ കയ്യിലും പൈസയില്ല, എല്ലാം ഡിജിറ്റൽ UPI ആണ്. അല്ലേ? പുച്ഛിച്ചില്ലേ ചിദംബരം? എന്തിന് തോമസ് ഐസക്ക് ചോദിച്ചു നമ്മുടെ നാട്ടിലെ കപ്പലണ്ടി കച്ചവടക്കാരൻ എങ്ങനെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുമെന്ന്. കരിക്ക് വെക്കുന്ന അമ്മച്ചിയുടെ കയ്യിൽ ഇപ്പോൾ ഗൂഗിൾ പേ ഉണ്ട്. രാജ്യം അങ്ങനെ മാറി. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? മാത്രമല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത് 2014 മുതൽ മോദി ഭരണത്തിന് ശേഷം ഇവിടെ ജനിക്കുന്ന കുട്ടികൾ, ഇന്ന് 17ഉം 18ഉം വയസ്സുള്ള കുട്ടികൾ കാണുന്നത് മികച്ച റോഡുകൾ, മികച്ച പാലങ്ങൾ, മികച്ച ട്രെയിനുകൾ, എല്ലായിടത്തും ഇൻ്റർനെറ്റ്. ഇവരൊക്കെ ഇൻസ്റ്റ ഉപയോഗിക്കുന്ന കുട്ടികളല്ലേ? എങ്ങനെയാണ് ഇവിടെ ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും നെറ്റ് ഉണ്ടായത്? മോദി വന്നതിന് ശേഷമല്ലേ? അപ്പോൾ ആ കുട്ടികൾ കാണുന്നത് ഇതൊക്കെയുള്ള ഒരു അന്തരീക്ഷം അവർ കാണുന്നത്. അതിനു മുമ്പ് എന്തായിരുന്നു അവർക്കറിയില്ല. അപ്പോൾ അവർ പറയും ഇപ്പോൾ നെറ്റുണ്ട്, പക്ഷേ ഞങ്ങളുടെ നെറ്റ് 5G ആയിട്ടും സ്പീഡ് പോരാ. അതാണ് അവരുടെ പരാതി. ഞാൻ ഓർക്കുന്നു 2014 മുമ്പ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 1 GB ഡാറ്റ 200 രൂപയ്ക്ക് വാങ്ങിയിട്ടില്ലേ? 1 GB എയർടെല്ലിൽ നിന്നൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ 250-300 രൂപ കൊടുത്താൽ എല്ലാ ദിവസവും 1.5 GB കിട്ടും. അൺലിമിറ്റഡ് കോളുണ്ട്. അങ്ങനെ രാജ്യം മാറി. അപ്പോൾ ഇപ്പോൾ കുട്ടികളുടെ പരാതി എന്താ? ചിലയിടത്തൊക്കെ 4G ഉള്ളൂ, ചിലയിടത്ത് 5G ഇല്ല, സ്പീഡ് പോരാ, നെറ്റിന് സ്പീഡ് വേണം. അതാണ് ജെൻസിയുടെ ആവശ്യം. പക്ഷേ 2014 മുമ്പ് നമ്മളോ നെറ്റില്ല, കിട്ടിയാലായി. ആ റോമൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ബിജു മേനോനൊക്കെ അഭിനയിച്ച സിനിമ. അതിനകത്ത് ഈ നെറ്റ് കിട്ടാൻ വേണ്ടി മരത്തിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ഫോണിട്ട് എറിഞ്ഞ് കളിക്കുന്ന കാഴ്ച കാണാം. അങ്ങനൊരു കേരളം ഉണ്ടായിരുന്നു, അങ്ങനൊരു ഇന്ത്യ ഉണ്ടായിരുന്നു. ഈ കുട്ടികൾക്ക് അറിയില്ലെന്നേ. അവർ കാണുന്നത് ഈ സൗകര്യങ്ങൾ, ഇതൊക്കെ കൊണ്ടുവന്നത് കഴിഞ്ഞ 12 വർഷം കൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ അയൽവക്കത്തുള്ളവർക്ക്, നിങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികളോട് പറയാറുണ്ടോ ഇങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു എന്ന്? 12 വർഷം കൊണ്ട് ഇന്ത്യ മാറിയ മാറ്റമാണ്. ആ കുട്ടികളെ തെറ്റ് പറയാൻ പറ്റില്ല. അവർക്ക് ഇതെല്ലാം ഉണ്ട്. കൂടുതൽ വേണം, ലൈറ്റ്നിങ് ഫാസ്റ്റ് ആയിട്ടുള്ള നെറ്റ് വേണം, അവർ ആഗ്രഹിക്കുന്നു. എത്ര വയസ്സിലാണ് നിങ്ങളൊരു ടെലിഫോൺ ഉപയോഗിച്ചത്? പ്രേക്ഷകർക്ക് പറയാമോ? പക്ഷേ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ, 2 വയസ്സുള്ള കുഞ്ഞിൻ്റെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടല്ലേ? നിങ്ങൾ കളിക്കാൻ കൊടുക്കുന്നത് മൊബൈൽ ഫോണാണ്. ആ കുട്ടി വളർന്നു വരുമ്പോൾ അവൻ കാണുന്ന ഇന്ത്യ ഇതാണ്. അതിനു മുമ്പ് 2014 മുമ്പുള്ള ഇന്ത്യയെക്കുറിച്ച് അവനോട് ആരും പറയുന്നില്ല. ഇതായിരുന്നു നമ്മുടെ രാജ്യം, ഇങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യമെന്ന് നമ്മൾ അവരോട് പറയുന്നില്ല. അതിൻ്റെ കുഴപ്പമല്ലേ? ഇനി നോക്കൂ, ലോകത്തൊരു രാജ്യത്തും ശൗചാലയങ്ങൾ ഉണ്ടാക്കാൻ ഒരു പദ്ധതി പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല.
ഇന്ത്യക്ക് അത് ചെയ്യേണ്ടി വന്നു. 148 കോടി ജനസംഖ്യയുള്ള ഈ മഹാരാജ്യം നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് എല്ലാ വീടുകളിലും ശൗചാലയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ലോകത്തൊരു രാജ്യവും ചെയ്തിട്ടില്ല. നമ്മുടെ സ്ത്രീകളുടെ അഭിമാനം, സുരക്ഷിതത്വം എത്രത്തോളം ഉയർത്തി എന്നറിയാമോ? 2014 മുമ്പ് കേരളത്തിലെ മീറ്റർ വെച്ച് അളക്കല്ലേ, കേരളത്തിലുണ്ടായിരിക്കാം. അതുകൊണ്ട് കേരളീയർ കക്കൂസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ കളിയാക്കും. വടക്കേ ഇന്ത്യയിലെ സ്ത്രീകളോട് ചോദിക്കണം. അവർ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒന്നുകിൽ നേരം പുലരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നേരം വൈകി ഇരുട്ട് വന്നതിന് ശേഷം മാത്രം പറമ്പുകളിൽ പോയിരുന്ന സ്ത്രീകൾ 2014 വരെ ഇന്ത്യയിലുണ്ടായിരുന്നു. ആ പോകുന്നതിനിടയ്ക്ക് ഇവർ ആക്രമിക്കപ്പെടും, ഇവരെ പാമ്പ് കടിക്കും, എന്തെല്ലാം തരത്തിൽ ഉപദ്രവിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട സ്ത്രീകൾ ഈ രാജ്യത്തുണ്ടായിരുന്നു. അവർക്ക് ശൗചാലയങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ഈ സർക്കാർ വന്നിട്ടാണ്. 947 മുതൽ 2014 വരെ ഇന്ത്യൻ കുടുംബങ്ങളിൽ എല്ലായിടത്തും ശൗചാലയം വേണമെന്നുള്ള ആശയം ഒരു സർക്കാരിനും തോന്നിയില്ല. മോദി വരേണ്ടി വന്നു. സത്യമല്ലേ? രാജ്യം എത്ര വേഗം വളർന്നു. പക്ഷേ എങ്ങനെ വളർന്നു, ആരാണ് ഇതൊക്കെ സാധിച്ചെടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ജൻസികളോട്? നിങ്ങൾ തെറ്റല്ലേ ചെയ്തത്? നോക്കൂ, നമ്മുടെ കുട്ടികൾ യാത്ര ചെയ്തുള്ളൂ, ഇന്ത്യ മുഴുവൻ അവർ യാത്ര ചെയ്തു. പക്ഷേ അവർക്കറിയില്ല ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു. ഓരോ കവലയിലും 2014 മുമ്പ് എപ്പോൾ വേണമെങ്കിലും ടിക് ടിക് എന്ന് മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോംബ്, ടൈം ബോംബ് അല്ലാത്ത ബോംബുകളും പൊട്ടിത്തെറിക്കാമായിരുന്നു. 2014 മോദി വരുന്നതിന് തൊട്ട് മുമ്പ് ബാംഗ്ലൂർ ചർച്ച് സ്ട്രീറ്റിൽ ബോംബ് പൊട്ടി. 2014 ഹൈദരാബാദിൽ, 2013 പാറ്റ്നയിൽ, 2013 മല്ലേശ്വരത്ത്, 2011 മുംബൈ സ്ഫോടന പരമ്പര, ഭീകരാക്രമണം, 2010 വാരണാസി, 2010 ചിന്നസ്വാമി സ്റ്റേഡിയം, 2008 ബാംഗ്ലൂർ, ഡൽഹി മാർക്കറ്റിൽ 26 മിനിറ്റിനുള്ളിൽ 18 സ്ഫോടനങ്ങൾ, അസമിൽ 81 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം, 2008 ജയ്പൂർ, എല്ലായിടത്തും സ്ഫോടന പരമ്പരകളായിരുന്നു. എന്തുറപ്പിൽ തീവണ്ടിയിൽ മാർക്കറ്റുകളിൽ മനുഷ്യൻ പോകുമായിരുന്നു? 2014 ശേഷം ഈ ഇന്നുവരെയുള്ള സമയത്ത് എവിടെ ഈ സ്ഫോടന പരമ്പരകൾ? സിനിമാശാലകളിൽ ബോംബ് പൊട്ടിയിട്ടില്ലേ? ഡൽഹിയിലെ ഉപാസന തിയേറ്റർ, പാകിസ്ഥാൻ പരാജയപ്പെടുന്ന ബോർഡർ എന്നുള്ള സിനിമ, യുദ്ധത്തിൻ്റെ കഥ പറയുന്ന സിനിമ പറഞ്ഞതിൻ്റെ പേരിൽ ആ തിയേറ്ററിൽ ബോംബ് വെച്ച് പൊട്ടിച്ചു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന, രാജ്യത്തിൻ്റെ സുരക്ഷ ഇത്രമേൽ ഉറപ്പിച്ച ബോംബ് സ്ഫോടനങ്ങൾ എല്ലാ കവലയിലും ഉണ്ടാകുന്ന ആ സാഹചര്യം മാറ്റിയെടുത്തത് മോദി സർക്കാരാണ്. നിങ്ങൾ അവരോട് പറയുന്നില്ല. നമ്മുടെ കുട്ടികൾ ഉല്ലസിച്ച് ആർത്ത് വിളിച്ച് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. അവർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. പറഞ്ഞു കൊടുക്കുന്നില്ല നമ്മൾ. തെറ്റല്ലേ ചെയ്യുന്നത്? ഇനി നോക്കൂ, 2008 UPA ഭരിക്കുമ്പോൾ 2G സ്പെക്ട്രം, ഇപ്പോൾ 5G ഉണ്ട് നമുക്ക്, 2G സ്പെക്ട്രത്തിൻ്റെ ലേലത്തിൽ അഴിമതി നടന്നു. എത്രയായിരുന്നു? 1.76 ലക്ഷം കോടി, 1.76 ലക്ഷം കോടിയുടെ അഴിമതി. ആരുടെ സർക്കാർ? കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ കാലത്ത്. 2009 കൽക്കരി കുംഭകോണം, എത്ര രൂപയുടെ? 1.86 ലക്ഷം കോടി. എത്ര പൂജ ഇടണം എന്ന് അറിയാമോ? 2010 നമ്മുടെ നാട്ടിൽ കോമൺവെൽത്ത് ഗെയിംസ് നടന്നു. അതിൻ്റെ പേരിൽ അഴിമതി നടത്തി കോൺഗ്രസ് സർക്കാർ. 70,000 കോടി രൂപയുടെ അഴിമതി. VVIP ഹെലികോപ്റ്റർ ഇടപാട് 2013 360 കോടിയുടെ ഇടപാട് മോദി സർക്കാർ വന്നപ്പോൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത അഴിമതികൾ നടത്തിയ ഒരു കേന്ദ്ര ഭരണകൂടമാണ് 2014 വരെ ഇന്ത്യ ഭരിച്ചിരുന്നത്. 2014 നരേന്ദ്രമോദി വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ 1 രൂപയുടെ അഴിമതി ആരോപണം ഉയർന്നിട്ടുണ്ടോ? തെളിവുകൾ സഹിതം. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതൊക്കെ സുപ്രീം കോടതി എടുത്ത് കൊട്ടേക്കളഞ്ഞു. ഒരു കഴമ്പുമില്ല എന്ന് കരുതിയിട്ട്, എന്ന് കണ്ടെത്തിയിട്ട്. ഇതാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? മുമ്പ് സർക്കാർ ഉണ്ടായിരുന്നു, പക്ഷേ കൊള്ളയായിരുന്നു. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ, ലക്ഷം, അതാണ് 1.86 ലക്ഷം കോടി, 1.76 ലക്ഷം കോടി
അത്രയും തുകകളുടെ അഴിമതികൾ നടത്തിയ ഒരു സർക്കാർ, അത്തരം സർക്കാരുകൾ ഈ രാജ്യം ഭരിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ജൻസിയോട്? ഇല്ല. അവർ 2014 മുതൽ മോദിയുടെ ഇന്ത്യയിൽ, ഈ രാജ്യത്ത് വികസനം വന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ, ഇൻ്റർനെറ്റുള്ള ഇന്ത്യയിൽ ജീവിക്കുന്നു. അവർ കാണുന്ന ലോകം അതാണ്. അവർക്ക് അടിയന്തരാവസ്ഥ അറിയില്ലെന്നേ. 2013 മുതലുള്ള സർക്കാരുകളെ അറിയില്ല. അവർ കാണുന്നത് രാമജന്മഭൂമിയിൽ പോയി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന മോദിയെയാണ്. രാമജന്മഭൂമിയുടെ ചരിത്രം അവർ അറിയുന്നില്ല. ജയ് ശ്രീരാം വിളിക്കുന്ന മോദിയെയാണ്. ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപങ്ങളെക്കുറിച്ച്, ഹിന്ദു വേട്ടയെക്കുറിച്ച് അവർക്കറിയില്ല. ഈ രാജ്യം എങ്ങനെയാണ് നിങ്ങൾ ഇന്ന് കാണുന്ന ഇന്ത്യയായി മാറിയത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. തെറ്റുകാരല്ലേ? നിങ്ങളും ഞാനും തെറ്റുകാരാണ്. പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ജൻസിക്ക് നിങ്ങളോട് അനുഭാവം ഉണ്ടാവുന്നത്? അവരുടെ മുന്നിൽ നരേന്ദ്രമോദി കേവലം ഒരു പ്രധാനമന്ത്രി മാത്രമാണ്. പക്ഷേ ഈ മനുഷ്യൻ 2014 മുതൽ ഇന്ന് 75 വയസ്സുള്ള ഈ മനുഷ്യൻ കഴിഞ്ഞ 12 വർഷക്കാലം ഒരു ദിവസം പോലും അവധിയെടുക്കാതെ രാവേറെ വരെ ഇരുന്ന് പണിയെടുത്ത് അവർക്ക് വേണ്ടി സ്വപ്നങ്ങൾ കണ്ട്, അവർക്ക് വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കി, അവർക്ക് വേണ്ടി ചിന്തിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് കേവലം 12 വർഷം കൊണ്ട് 1947 മുതൽ 47 ഓഗസ്റ്റ് 15 മുതൽ 2014 മെയ് വരെയുള്ള കാലയളവിൽ സാധിക്കാതിരുന്ന കാലങ്ങൾ കേവലം 12 വർഷം കൊണ്ട് ഈ രാജ്യത്തെ യുവതയുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തതെന്ന് പറയാതെ ഗുരുതരമായ തെറ്റല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എന്നിട്ട് നിങ്ങൾ ജൻസിയെ കുറ്റം പറയും. ജൻസിക്ക് ബോധമില്ലാതെ പറയും. ജൻസിക്ക് എങ്ങനെ ബോധം ഉണ്ടാവും? ജൻസി കാണുന്നതേ അറിയുന്നുള്ളൂ. അവന് പഴയ കഥകൾ അറിയില്ല. രാജ്യം 2014 മെയ്ക്ക് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കാതെ ജൻസി എങ്ങനെ അറിയും? ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുത്തിരുന്നില്ലെങ്കിൽ ജൻസി തെരുവിലിറങ്ങും. മോദിയെ അമ്മാവ എന്ന് വിളിക്കുക. അമ്മാവ മതി, ഞങ്ങൾക്ക് ഇതല്ല വേണ്ടതെന്ന് പറയും. ഈ അമ്മാവൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്നും 2013 ഇന്ത്യയിൽ ജീവിക്കുമായിരുന്നു എന്ന് അവരോട് ആരും പറയുന്നില്ല. തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ തെറ്റ് തിരുത്തണം. ഈ തെറ്റ് തിരുത്താതെ ഇനി BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ ആത്മാർത്ഥമായി പറയുന്നു. ഈ തെറ്റ് തിരുത്താനുള്ള സത്വരമായ നടപടികളാണ് ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനമായ BJP അടിയന്തരമായി ചെയ്യേണ്ടത്. കാരണം രാജ്യം ഇനി യുവതയുടെ കയ്യിലാണ്. അവർ തീരുമാനിക്കും. പക്ഷെ അവർക്ക് യഥാർത്ഥ വിവരങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവരെ മിസ്ലീഡ് ചെയ്യാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ശക്തികൾ അത് മുതലെടുക്കും. അതാണ് ജന്തർ മന്ദറിൽ കണ്ടത്. അതുണ്ടാവാതിരിക്കാൻ എന്തായിരുന്നു ഇന്ത്യ 2014 മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ അവരെ അക്കമിട്ടു നിരത്തി അവരുടെ കൺമുന്നിൽ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ ഇൻസ്റ്റ ഉപയോഗിക്കണം ഇതിനു വേണ്ടി. നിങ്ങൾ FB ഉപയോഗിക്കണം. നിങ്ങൾ ഡോക്യുമെൻ്ററികൾ ഉണ്ടാക്കണം. നിങ്ങളിത് പഠിപ്പിക്കണം. പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കണം. ഇന്ത്യ എങ്ങനെ മാറി? 2014 മെയ് മുതൽ ഇന്ത്യ മാറിയത് എങ്ങനെയാണ്? അതിനു മുമ്പ് ഇന്ത്യ എങ്ങനെയായിരുന്നു എന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ജൻസിയുടെ മനസ്സിൽ ഇടമില്ലാതെ വരിക തന്നെ ചെയ്യും. ഇത് ഒരു കണ്ണു തുറപ്പിക്കലാണ് ജന്തർ മന്ദറിലെ സമരം. അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മോദി അധികാരത്തിൽ വരുമ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 13 വയസ്സ്. ആ 13 വയസ്സിന് മുമ്പുള്ളൊരു കുട്ടി ഇന്ത്യയെക്കുറിച്ച് എങ്ങനെ അറിയാം? പക്ഷെ 13 വയസ്സിന് ശേഷം അവൻ ആധുനിക യുഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ത്യയിലെ സൗകര്യങ്ങൾ അനുഭവിച്ച് വളർന്നവനാണ്. അവനെ പോലെയാണ് എല്ലാ കുട്ടികളും. എൻ്റെ കുട്ടിയും അങ്ങനെയാണ്. എൻ്റെ കുട്ടിയും ജൻസിയാണ്. അവർക്ക് ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ മോർ 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 ഇനിയും 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 എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ മോദി വരുന്നതിന് മുമ്പ് ഒന്നുമില്ലായിരുന്നു എന്ന് അവരോട് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. പറഞ്ഞു കൊടുക്കണം നിങ്ങൾ. ഇതാണ് ഇന്ത്യ ലൈവിന് BJP പ്രവർത്തകരോട്, BJPയെ സ്നേഹിക്കുന്നവരോട് പറയാനുള്ളത്. ആ കൂട്ടത്തിൽ നിങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളും ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാതെ. നമ്മുടെ യാത്രയ്ക്ക് ഇന്ത്യ ലൈവ് കൂടെ ഉണ്ടാവും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും ചെയ്യണം.